സംസ്ഥാനത്ത് ഐ.ടി. മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ തൊഴിൽ സമ്മർദ്ദം അതിരൂക്ഷമെന്ന് പഠന റിപ്പോർട്ട്. സംസ്ഥാന യുവജന കമ്മീഷൻ നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് യുവജന കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന വിവിധ തലങ്ങളിലുള്ള സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് യുവജന കമ്മീഷന്റെ നേതൃത്വത്തിൽ വിദഗ്ധരെ വെച്ച് പഠനം നടത്തിയത്. ഐ.ടി. മേഖലയിൽ പണിയെടുക്കുന്നവരിൽ 84% പേരും കടുത്ത തൊഴിൽ സമ്മർദ്ദം അനുഭവിക്കുന്നതായി പഠനത്തിൽ വ്യക്തമായി. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരും ജോലി സമ്മർദ്ദത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ 80% പേരും തൊഴിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നതായി സർവേയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഡെലിവറി ജോലി ചെയ്യുന്നവരിൽ 75% പേർക്കാണ് കടുത്ത തൊഴിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് റീറ്റെയിൽ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് താരതമ്യേന കുറഞ്ഞ തൊഴിൽ സമ്മർദ്ദമാണ് നേരിടുന്നതെന്നും പഠനം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ റിപ്പോർട്ടിൽ നിരവധി പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. ഈ വർഷം യുവജന കമ്മീഷൻ പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് തൊഴിലിടങ്ങളിൽ യുവജനങ്ങൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങളും ജോലി സമ്മർദ്ദത്തെ സംബന്ധിച്ചിട്ടായിരുന്നു. അടുത്ത കാലത്തായി നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത പൂനെയിലെ ഇവൈ സ്ഥാപനത്തിലെ CA ഉദ്യോഗാർത്ഥിയായിരുന്ന നമ്മുടെ സംസ്ഥാനക്കാരിയായിരുന്ന മരണമാണ് ഇതിലേക്ക് നമ്മളെ നയിച്ചത്. കാരണം 1, 2 അല്ല എന്ന് നമുക്ക് രാജ്യത്താകെ നോക്കിയപ്പോൾ ബോധ്യപ്പെട്ടു. തൊഴിൽ മേഖലയിൽ, പ്രത്യേകിച്ചും പുതിയ കാലത്തെ നൂതനമായ തൊഴിൽ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്തെയും ലോകത്തെയും യുവജനങ്ങൾ വലിയ നിലയിൽ മാനസിക സമ്മർദ്ദം നേരിടുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും പ്രധാന വിഷയമായി ഈ വിഷയത്തെ കാണാൻ യുവജന കമ്മീഷൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് യുവജന കമ്മീഷൻ്റെ ഈ വർഷത്തെ പഠനം തൊഴിൽ മേഖലയിലെ മാനസിക സമ്മർദ്ദത്തെ സംബന്ധിച്ച് നമ്മൾ തീരുമാനിച്ചത്. IT സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ 84.3% പേര് കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നതായിട്ടാണ് പഠനത്തിൽ ബോധ്യപ്പെടുന്നത്. തൊഴിലിടങ്ങളിൽ സ്ട്രെസ് ഓഡിറ്റ് നടത്തുക, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും തൊഴിലാളികൾക്ക് വെൽനസ് അവർ നൽകുക എന്നിവയാണ് പ്രധാന നിർദ്ദേശം. സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പാഠ്യഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. റിപ്പോർട്ടിന്റെ തുടർച്ചയായി തൊഴിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് ദേശീയ സെമിനാറും മാർച്ച് ആദ്യവാരം യുവജന കമ്മീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.